ഹൈ ഓൾ HST സോഷ്യൽ സയൻസ് ഒരുപാട് സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ BEd ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേട്ടറ്റ് 3 ഒക്കെ ഉള്ള മിനിമം കേട്ടറ്റ് 3 എങ്കിലും ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ സാധിക്കുന്ന ഒരു പരീക്ഷയാണ് HST സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തൊട്ട് മുന്നിലത്തെ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ആ തൊട്ട് മുമ്പിലത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നടന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വിവിധ ജില്ലകളിലായിട്ട് നടന്നിട്ടുള്ള അപ്പോയിൻമെന്റ്സ്, കഴിഞ്ഞ തവണത്തെ ഓരോ ജില്ലയിലെയും കട്ട് ഓഫ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ HST സോഷ്യൽ സയൻസ് ഈ നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കറിയാം 2023 റാങ്ക് ലിസ്റ്റ് വന്നു, പുതിയൊരു നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ നിശ്ചിത യോഗ്യത നേടുകയാണെങ്കിൽ, നേടിയിട്ടുള്ളവരാണെങ്കിലും ഇനി ഇതിനുള്ള നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ ആ യോഗ്യതകൾ നേടിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പഠിക്കുക, നേരത്തെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. കാരണം നേരത്തെ പഠിച്ചെങ്കിൽ മാത്രമേ ഇത്തരം പരീക്ഷകളിൽ, പ്രത്യേകിച്ചും ഇത്രയും കോമ്പറ്റീഷനുള്ള ഒരുപാട് പേര് ഒട്ടേറെ കാലമായിട്ട് നോക്കിയിരിക്കുന്ന ഇത്തരം പരീക്ഷകളിൽ നിങ്ങൾക്ക് ടോപ്പിൽ എത്തണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നേരത്തെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പരീക്ഷയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെ പരിചയപ്പെട്ട് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ട്രൈ ചെയ്യുന്നത്. പ്രീവിയസ് നോട്ടിഫിക്കേഷൻ, തൊട്ട് മുമ്പ് നടന്ന നോട്ടിഫിക്കേഷൻ 2021 ഇതിന് മുന്നേ നോട്ടിഫിക്കേഷൻ വന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 2021 റാങ്ക് ലിസ്റ്റ് 2023 വന്നത്. അന്ന് കാറ്റഗറി നമ്പർ 203/2021 എന്നുള്ളതാണ് അന്നത്തെ കാറ്റഗറി നമ്പർ. HST സോഷ്യൽ സയൻസ്, ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ്. പണ്ട് ഇത് HSA ആയിരുന്നു, പിന്നീട് HST സോഷ്യൽ സയൻസ്. ജില്ലാതല നിയമനമാണ്, നമുക്കറിയാമല്ലോ. ഓരോ ജില്ലകളുടെ അടിസ്ഥാനത്തിലാണ്, നമ്മുടെ LP UP ഒക്കെ പോലെയാണ് HSAയുടെ ഒക്കെ നിയമനവും നടക്കുക. അപ്പോൾ അങ്ങനെ തന്നെയാണ് ആപ്ലിക്കേഷൻ ക്ഷണിക്കുക. നിങ്ങൾ ഇന്ന ജില്ലകളിലേക്കായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെന്റ് ആണ്. കഴിഞ്ഞ തവണത്തെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാമായിരുന്നു. ഏജ് റിലാക്സേഷൻ SC ST OBC വിഭാഗങ്ങൾക്കൊക്കെ യൂഷ്വലായിട്ട് കിട്ടുന്ന ഏജ് റിലാക്സേഷൻ ഉണ്ടാവും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ, ഒരുപാട് പേർക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗമാണ് ക്വാളിഫിക്കേഷൻ എന്നുള്ളത്. കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ ഡിഗ്രി വേണം, എന്താണെങ്കിലും എല്ലാ HSAക്കും അത് വേണം. കൂടാതെ BEd വേണം. ഇൻ ദ കൺസേൺഡ് സബ്ജക്ട്, ഈ കൺസേൺഡ് സബ്ജക്റ്റിനെ കുറിച്ചാണ് പലർക്കും ഒരു സംശയങ്ങളുള്ളത്. ഹിസ്റ്ററി, ജോഗ്രഫി, അത്തരം കൊമേഴ്സുകാർക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയാം. അപ്പോൾ ഡിഗ്രി വേണം, BEd വേണം. എന്താണോ കൺസേൺ സബ്ജക്ട് മീൻസ് ഇതിന് റെലവെന്റ് ആയിട്ടുള്ള HSA സോഷ്യൽ സയൻസ് എന്നുള്ള പോസ്റ്റിന് റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റിൽ നിങ്ങൾക്ക് BEd ഉണ്ടാവണം. ദെൻ അടുത്ത യോഗ്യത എന്ന് പറയുന്നത് മസ്റ്റ് ഹാവ് പാസ് ദ കേരള ടീച്ചറൽ എലിജിബിലിറ്റി, അതായത് കേട്ടറ്റ് പാസ് ആയിരിക്കണം. കേട്ടറ്റ് 3 ആണ് നമുക്ക് പാസ് ആവേണ്ടത്. HSAക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ കേട്ടറ്റ് 3 ഉണ്ടാവണം. ഇനി നിങ്ങൾക്ക് സെറ്റോ നെറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. കേട്ടറ്റ് 3 തന്നെ വേണമെന്നില്ല. ഈ ഡിഗ്രിയും BEdും വേണം. അതിന് പുറമെ കേട്ടറ്റ് 3 എങ്കിലും ഏറ്റവും മിനിമം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കൺസേൺഡ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിൽ PSC ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. MPhil ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. കൺസേൺഡ് സബ്ജക്റ്റിൽ MPhil ഉണ്ടെങ്കിലും. ഇനി എന്താണ് ഈ കൺസേൺഡ് സബ്ജക്ട് എന്ന് പറയുന്നത്? ഹിസ്റ്ററിയിൽ നിങ്ങളുടെ ഡിഗ്രി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എക്കണോമിക്സ്, ഡിഗ്രിയും BEdും ആണ്. ഹിസ്റ്ററി, എക്കണോമിക്സ്, ജോഗ്രഫി, പൊളിറ്റിക്സ്, കൊമേഴ്സ്, ഫിലോസഫി, മ്യൂസിക്, സോഷ്യോളജി, ഇത്രയും വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മാറ്റമൊന്നുമില്ല. ഇത്രയും വിഷയമുള്ള ആളുകൾക്ക് സംബന്ധിച്ച് അതിൽ ഡിഗ്രി അല്ലെങ്കിൽ PG ആണെങ്കിലും ഒക്കെയാണ്. PG അല്ലെങ്കിൽ അതിൽ തന്നെ BEdും ഈ ഒരു സബ്ജക്റ്റിൽ ഉണ്ടാവണം. അപ്പോൾ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. ഇത്രയും യോഗ്യതയുള്ള ആളുകൾക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ യോഗ്യതയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്ന HSA പരീക്ഷ ഇതാണ്, സോഷ്യൽ സയൻസ് പരീക്ഷയാണ് എന്നുള്ള കാര്യവും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി BCom പ്ലസ് BEd കൊമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. BCom പ്ലസ് BEd കൊമേഴ്സ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. MCom ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നീട് ഡിപ്ലോമ ഇൻ റൂറൽ സർവീസ് അവാർഡഡ് ബൈ നാഷണൽ കൗൺസിൽ ഓഫ് റൂറൽ എഡ്യൂക്കേഷൻ, ആ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നീട് BA Ed ഇന്റഗ്രേറ്റഡ് കോഴ്സ് പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിലും ഇംഗ്ലീഷോ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസിലോ ഉള്ള ഈ യോഗ്യതയുള്ള റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ മൈസൂർ അവർ തരുന്ന ആ യോഗ്യതയുള്ള ആളുകൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഇൻ ദ കൺസേൺഡ് സബ്ജക്ട് വിത്ത് BEd BT ഇൻ ദ കൺസേൺഡ് സബ്ജക്ട്, അതായത് നിങ്ങൾക്കിപ്പം PG ആണ്,
ഹിസ്റ്ററിയിലോ എക്കണോമിക്സിലോ ഈ പറഞ്ഞ കൊമേഴ്സിലോ ഒക്കെ PG ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. PG-യിലാണ് നിങ്ങൾ ആ സബ്ജക്റ്റ് പഠിച്ചിട്ടുള്ളത്, ഡിഗ്രിയിലല്ല PG-യിലാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ B.Ed ഉണ്ടായിരിക്കണം, ആ സബ്ജക്റ്റിൽ B.Ed ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് കൃത്യമായിട്ട് തൊട്ട് മുന്നിലത്തെ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത്. ഇത്തവണയും ഈ യോഗ്യതയ്ക്ക് മാറ്റമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കൊമേഴ്സുകാരൊക്കെ ഇടയ്ക്ക് സംശയങ്ങൾ ചോദിക്കാറുണ്ട്, സാറേ കൊമേഴ്സിന്റെ എടുത്ത് കളയുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ അതിന് സാധ്യത വളരെ കുറവാണ്. കാരണം കൊമേഴ്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു HSA പരീക്ഷ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സോഷ്യൽ സയൻസ് ആണ്. അപ്പോൾ അത് എടുത്ത് കളയാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ കൊമേഴ്സുകാർക്ക് ഇതിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഈ നിശ്ചിത യോഗ്യതയുള്ള ആളുകൾ പഠിക്കുക, കൃത്യമായിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എത്രയായിരുന്നു? ഓരോ ജില്ലയിലെയും, ഇത് ജില്ലാടിസ്ഥാനത്തിൽ നടത്തിയ പരീക്ഷയാണല്ലോ, ഓരോ ജില്ലയിലെയും കട്ട് ഓഫും അതുപോലെ തന്നെ അഡ്വൈസുകൾ, എത്ര നിയമനങ്ങൾ ഇതുവരെ നടന്നു എന്നുള്ളതുമാണ് നമ്മൾ ഇതുവരെയാണ്. റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ വർഷമാണ് നിലവിൽ വന്നതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി റാങ്ക് ലിസ്റ്റിന് എന്തുണ്ട്, കാലാവധി ഉണ്ടെന്നുള്ള കാര്യം അറിയുക. തിരുവനന്തപുരം ജില്ലയിലെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് 39.67 ആയിരുന്നു. 20 പേർക്ക് ഇതുവരെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെപ്റ്റംബർ 2024 വരെ, സെപ്റ്റംബർ 2024 വരെ നടന്ന അഡ്വൈസുകളാണ് ഇത് കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. 20 അഡ്വൈസുകൾ ഈ ഒരു തിരുവനന്തപുരം ജില്ലയിൽ നടന്നു. കൊല്ലം ജില്ലയിൽ 19 അഡ്വൈസുകൾ നടന്നു, 39.33, ഏതാണ്ട് ആ ഒരു റേഞ്ചിലാണ് കട്ട് ഓഫ് വരുന്നത്. പത്തനംതിട്ട ജില്ലയിൽ 6 അഡ്വൈസുകളാണ് നടന്നത്, 33 പോയിന്റ്, അതനുസരിച്ച് കട്ട് ഓഫ് അതിന് കുറവായിരുന്നു. ആലപ്പുഴ ജില്ലയിൽ 21 അഡ്വൈസുകൾ നടന്നു, കട്ട് ഓഫ് 36 വന്നിട്ടുണ്ട്. അത് ഉയർന്ന ഒരു കട്ട് ഓഫ് തന്നെയായിരുന്നു. 39 തിരുവനന്തപുരത്തൊക്കെ ഉയർന്ന, നമുക്കറിയാം തിരുവനന്തപുരത്തൊക്കെ സ്വാഭാവികമായിട്ട് കൊല്ലത്തും തിരുവനന്തപുരത്തൊക്കെ കോമ്പറ്റീഷൻ കൂടാറുണ്ട്, അതനുസരിച്ച് കട്ട് ഓഫും കൂടി വന്നിട്ടുണ്ടായിരുന്നു. കോട്ടയത്ത് 11 പേർക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട്, 34.67 ആയിരുന്നു അവിടുത്തെ കട്ട് ഓഫ്. ഇടുക്കിയിൽ 3 പേർക്കാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്, 37.33 ആണ് അവിടുത്തെ കട്ട് ഓഫ്. എറണാകുളത്ത് 11 പേർക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട്, 40 ആയിരുന്നു അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരു തെക്കൻ ജില്ലകളിലെ നിയമന നില എന്ന് പറയുന്നത്. പിന്നീട് തൃശ്ശൂരിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ തൃശ്ശൂർ 14 പേർക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്, കട്ട് ഓഫ് 40 മുകളിലേക്ക് പോയി, 41.33 ആയിരുന്നു. പാലക്കാട് 36 പേർക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്, 36 പേർക്ക് വലിയൊരു നമ്പറാണ്. 36 പേർക്ക് 42.67 ആയിരുന്നു അവിടുത്തെ കട്ട് ഓഫ്. മലപ്പുറം നോക്കുകയാണെങ്കിൽ 50 പേർക്ക്, ഏറ്റവും കൂടുതൽ നിയമനം യൂഷ്വലി മലപ്പുറത്താണ് കിട്ടാറുള്ളത്. ഇവിടെ മലപ്പുറത്ത് തന്നെ 50 അഡ്വൈസുകൾ നടന്നു, 42 കട്ട് ഓഫ് അതിന് ഉണ്ടായിരുന്നു മലപ്പുറത്ത്. കോഴിക്കോട് 21 പേർക്ക് ഇതുവരെ നിയമനം ലഭിച്ചിട്ടുണ്ട്, 43 ആയിരുന്നു അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. വയനാട് 8 പേർക്ക് ഇതുവരെ നിയമനം ലഭിച്ചിട്ടുണ്ട്, 36 ആയിരുന്നു അവിടുത്തെ കട്ട് ഓഫ്. ദെൻ കണ്ണൂർ 23 പേർക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട്, 42.33 ആയിരുന്നു അവിടുത്തെ കട്ട് ഓഫ്. കാസർഗോഡ് 28 പേർക്ക്, കൂടുതൽ ഒരുപാട് സംഖ്യയുണ്ട്, കാസർഗോഡ് 28, താരതമ്യേന 28 പേർക്ക് അവിടെ അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. ഉയർന്ന ഒരു കട്ട് ഓഫും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, 43.67. അപ്പൊ ഇതാണ് നിലവിലെ നിയമന നിലയും അതുപോലെ തന്നെ ഓരോ ജില്ലകളും ഉണ്ടായിരുന്ന കട്ട് ഓഫ്. അപ്പൊ നിങ്ങൾ തീരുമാനിക്കുക എവിടെ അപ്ലൈ ചെയ്യണമെന്നുള്ളത്. യൂഷ്വലി നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സ്വന്തം ജില്ലയിൽ അപ്ലൈ ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. കാരണം എല്ലായിടവും കോമ്പറ്റീഷൻ ഉണ്ട്. നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്, ആ ഒരു ഭാഗത്തിനാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. നന്നായിട്ട് പഠിച്ചാൽ ഏത് ജില്ലയാണെങ്കിലും നിങ്ങൾക്ക് ഉയർന്ന മാർക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് നേടി ജോലി നേടാനായിട്ട് സാധിക്കും. അപ്പോൾ നേരത്തെ തുടങ്ങുക എന്നുള്ളതാണ്, ഒരിക്കൽ കൂടി പറയുകയാണ്, നേരത്തെ തുടങ്ങുക എന്നുള്ളതാണ് ഈ പരീക്ഷയുടെ റാങ്കിലെത്താനുള്ള ഏറ്റവും എളുപ്പമാർഗം. I+ ഏറ്റവും ഇൻറ്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഇതുമായി ബന്ധപ്പെട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. പാർട്ട് A ആണെങ്കിലും പാർട്ട് B ആണെങ്കിലും 2 പാർട്ടിനും ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട സിലബസ് ഡിസ്കഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ വരും ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കോഴ്സിൽ എൻറോൾ ചെയ്യണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ I+ന്റെ കോഴ്സിൻ്റെ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുള്ള ട്രയൽ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നല്ലൊരു സർക്കാർ ജോലി, അധ്യാപക ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.